കൊലപാതകം നടന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടും ദേവേന്ദുവിന്റെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് നാട്. കളിചിരിയോടെ അല്ലാതെ കണ്ടിട്ടില്ലാത്ത കുഞ്ഞിനെ കൊല്ലാൻ മാത്രം വൈരാഗ്യം അമ്മാവനുണ്ടായത് എങ്ങനെയെന്ന ഞെട്ടൽ പ്രദേശവാസികൾ മറച്ചുവെച്ചില്ല. സഹോദരിയുടെ മരണം താങ്ങാനാവാതെ വാവിട്ട് കരഞ്ഞ സഹോദരിയും നാടിന്റെ നൊമ്പരമായി. കോട്ടുകാൽക്കോണത്തെ വീടിന്റെ പിന്നാമ്പുറത്ത് 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ വസ്ത്രങ്ങൾ കാറ്റേറ്റ് ഉണങ്ങിക്കിടപ്പുണ്ട്. പക്ഷെ അവരുടെ വിയോഗം നാടിനേൽപ്പിച്ച നടുക്കത്തിന്റെ പ്രഹരം ഇതുവരേക്കും വിട്ടുമാറിയിട്ടില്ല. എല്ലാ ദിവസവും ഒരുമിച്ച് കളിച്ചും ഭക്ഷണം കഴിച്ചും വലിയ കൂട്ടായിരുന്നു ദേവേന്ദുവും മൂത്ത സഹോദരിയും. ആ കുഞ്ഞനുജത്തിക്ക് എന്തു പറ്റിയെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായം. അവൾ കൂടെയില്ലെന്ന യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളാനാകാതെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന കുഞ്ഞ് ഏവർക്കും നോവായി. അധികമാരോടും സംസാരിക്കാത്ത സ്വഭാവപ്രകൃതമാണ് കൊലപാതകയായ അമ്മാവൻ ഹരികുമാറിന്റേത്. നാട്ടിൽ അടുത്ത സൗഹൃദങ്ങളില്ല. ആർക്കും അങ്ങനെ സംസാരിക്കില്ല. ഇവിടെ വന്നാൽ ഞാൻ വന്നാലും സംസാരിക്കില്ല. വണ്ടി എടുത്തോണ്ട്. അമ്മയുടെ സ്വഭാവത്തിലും നാട്ടുകാർക്ക് പല സംശയങ്ങളുമുണ്ട്. ഒളിഞ്ഞിരിക്കുന്ന ദുരൂഹതകളെല്ലാം പുറത്തുവരുന്നതിനായി കാത്തിരിക്കുകയാണ് ഒരു ഗ്രാമം മുഴുവൻ. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. നമുക്ക് പോലും ആ കുഞ്ഞിന്റെ ചിത്രം കാണുമ്പോൾ എത്രത്തോളം വേദനയാണല്ലേ. ഇപ്പോൾ ആ നാട്ടുകാർക്ക്, അതുപോലെ തന്നെ ആ സഹോദരിക്കൊക്കെ അത് പറയാനില്ല, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല.